ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ അനദർ വീഡിയോ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. റെസിപ്പി എന്ന് പറയുമ്പം സിമ്പിൾ റെസിപ്പിയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടി സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പം ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മാരക കോമ്പിനേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള മിക്സ്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. അതേ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് കടലപ്പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും അതുപോലെ സോൾട്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ആരും മറക്കരുത്, എന്ത് ചേർക്കാനായിട്ടാണ്? നമ്മുടെ കായപ്പൊടി. അതിൻ്റെ മിക്സ്ചറിൻ്റെ ആ ഒരു ഫ്ലേവർ തരുന്നത് കായപ്പൊടിയാണ്. അപ്പം ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മുടെ നോർമൽ വാട്ടറിൽ, പച്ചവെള്ളത്തിൽ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അതിന് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേവാനാഴിയിൽ കുറച്ച് എണ്ണയൊക്കെ ആക്കിയിട്ട് ഈ ഒരു മാവ് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ എണ്ണയിൽ ചുറ്റിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മാവ് കംപ്ലീറ്റ് അങ്ങനെ നമ്മുടെ നൂൽപുട്ടൊക്കെ ചുറ്റിക്കുന്ന പോലെ തന്നെ എണ്ണയിൽ ചുറ്റിച്ച് ഫ്രൈ ആക്കി എടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിലേക്ക് ബൂന്തി ഉണ്ടല്ലോ, അതുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഓട്ടയുള്ള ഒരു തവി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സെയിം മാവ്, അതായത് നമ്മുടെ കടലപ്പൊടിയും അരിപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സേവാനായിൽ ചുറ്റിച്ചില്ലേ, അതേ സംഭവം കുറച്ചും കൂടെ ലൂസാക്കിയിട്ട് നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് മാറ്റിയിട്ട് അത് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ നിലക്കടല ഒന്ന് എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും ചെയ്യുന്നുണ്ട്. ഈ കറിവേപ്പിലയുടെ കൂടെ സാധാരണയായിട്ട് മിക്സ്ചറിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന റൈറ്റാണ് ഗാർലിക് അല്ലേ. അപ്പം ഗാർലിക്ക് ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഗാർലിക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നത് വെച്ചാൽ 4-5 അല്ലി ഗാർലിക്ക് എടുത്തിട്ട് ചതയ്ക്കുക. എന്നിട്ടത് നമ്മുടെ കറിവേപ്പില ഫ്രൈ ആക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റുക. ഇവിടെ ഗാർലിക്ക് പറ്റാത്തവരുള്ളത് കാരണമാണ് ഞാൻ അത് ആഡ് ആക്കാതിരുന്നത്. ഗാർലിക്ക് ചേർത്ത് കഴിഞ്ഞാൽ മിക്സ്ചറിനൊരു വേറെ ലെവൽ ടേസ്റ്റ് വരും. അപ്പോൾ നമ്മളിവിടെ ചേർത്തിട്ടില്ല, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കുക. പിന്നെ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ ഐറ്റംസും കൂടെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ല കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവസാനമായിട്ട് അതിലേക്ക് കുറച്ചും കൂടെ കായപ്പൊടിയും അതുപോലെ കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് മിക്സ്ചർ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം. ഓക്കെ, ബൈ.